ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ്. ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. നമ്മൾ വിലക്കുറവൊക്കെ ഉള്ള സമയങ്ങളിൽ നമ്മൾ ധാരാളം തക്കാളി മേടിച്ച് വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ ഒരു തക്കാളി ചീഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ചീഞ്ഞു പോകാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ അതാ ഞാനിവിടെ ഒരു ചീഞ്ഞു പോയ ഒരു തക്കാളിയുണ്ട്. അത് പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒപ്പം വെക്കരുത്. ചീഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് പുറത്ത് വേണമെങ്കിലും ഇങ്ങനെ വെക്കാം, ഫ്രിഡ്ജ് വേണമെങ്കിലും ഇങ്ങനെ വെക്കാം. നമ്മുടെ ആ ഒരു തക്കാളിയുടെ ഈ ഒരു ഞെട്ടു ഭാഗമില്ലേ, അത് ഇതുപോലെ നമ്മൾ കമഴ്ത്തി ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലോ അതല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ എവിടെയാണോ നിങ്ങൾ ഇട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഇതുപോലൊന്ന് ആ ഒരു ഞെട്ടു ഭാഗം താഴെ വരത്തക്ക രീതിയിൽ ഇതുപോലൊന്ന് കമഴ്ത്തി വെച്ചാൽ മതി. എത്ര ദിവസം വേണമെങ്കിലും നമ്മുടെ ഈ ഒരു തക്കാളി ഇരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ കേടായ കേടായ തക്കാളി ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം വെക്കരുത്. അത് മാറ്റിയതിന് ശേഷം വേണം ഇതുപോലെ വെക്കാൻ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നമ്മൾ വെളുത്തുള്ളി നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ്. വെളുത്തുള്ളി നമ്മൾ ഇതുപോലെ വിലക്കുറവൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ധാരാളം വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു 3 വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള സമയത്ത് ഈ ഒരു വെളുത്തുള്ളി നമുക്ക് പുറത്ത് വെച്ചിരുന്നാൽ ഒന്ന് ഇതങ്ങ് വാടി അങ്ങ് പോകും, അതല്ല എങ്കിൽ ഇത് കേടായി പോകും. അങ്ങനെ പോവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് ഉപ്പാണ്, പൊടിയുപ്പാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ആ ഒരു വെളുത്തുള്ളിയുടെ അനുസരിച്ച് നമ്മൾ ഉപ്പ് എടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം 3 വെളുത്തുള്ളി മാത്രമല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളിയുടെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് അത് നമ്മൾ ഈ ഒരു ഉപ്പിലേക്ക് ഒന്ന് കമഴ്ത്തി ഒന്ന് വെച്ചിരുന്നാൽ ഈ ഒരു വെളുത്തുള്ളി കേടാവാതെ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് പുറത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു സൈഡ് വേണം നമ്മൾ ഉപ്പിലേക്ക് ഇങ്ങനെ കമഴ്ത്തി വെക്കാൻ. അപ്പോൾ എത്ര വെളുത്തുള്ളി ഉണ്ടെങ്കിലും ഇതുപോലെ പൊടിയുപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്, കേടാവില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പയറ്, കടല ഇതൊക്കെ നമ്മൾ വാങ്ങിയതിന് ശേഷം നമ്മൾ ബോട്ടിലിനകത്തൊക്കെ ഇട്ടിട്ട് ബാലൻസ് ഇതുപോലൊക്കെ വരാറുണ്ടല്ലോ. അങ്ങനെ ബാലൻസ് ഇതുപോലെ വരുന്ന സമയത്ത് നമുക്കിത് നല്ല സേഫായിട്ട് നമുക്ക് മടക്കി വെക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഫസ്റ്റിൽ നമ്മളിത് എടുത്ത് ആവശ്യത്തിന് ഇട്ട് വെച്ചതിന് ശേഷം ഇതേപോലൊക്കെ നമ്മൾ ഈ ഒരു കവറിൻ്റെ മുൾഭാഗം ഒന്ന് ഇതുപോലൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ മിക്കവാറും എല്ലാവരുടെയും വീടുകളിലൊന്നുള്ള ഒന്നാണ് ഈ ഒരു ക്ലിപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ വസ്ത്രങ്ങളൊക്കെ അലക്കി ഇടുന്നുണ്ടെങ്കിൽ അത് പറന്നു പോകാതിരിക്കാനാണ് നമ്മൾ ഈ ക്ലിപ്പ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കിതാ ഇതേപോലൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാണികളൊന്നും കയറാതെ കണ്ട് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്ലിപ്പുള്ളവർക്ക് ഈ ഒരു ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 2 ഫോർക്കാണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമ്മുടെ കിച്ചണിലൊക്കെ നമുക്ക് പ്ലക്കറിൻ്റെ ആവശ്യമുണ്ട് ഇല്ലേ. പ്ലക്കർ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ആഹാര സാധനങ്ങളൊക്കെ എടുക്കാനും അതുപോലൊക്കെ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്ക് ഒരു പ്ലക്കർ അത്യാവശ്യമാണ്. പക്ഷേ അതില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. എനിക്കും ആ ഒരു പ്ലക്കർ ഇല്ല. അത് കാരണം ഞാൻ ഇതുപോലൊക്കെ ഫോർക്ക് 2 ഇതുപോലൊക്കെ ഒന്നിച്ച് വെച്ചതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഞാൻ ഇതേപോലൊക്കെ ഫോർക്കിന് പകരമായിട്ട് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് പ്ലക്കർ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ, സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ആ കുട്ടികളുടെയൊക്കെ പഴയ സോക്സ് നമ്മൾ സാധാരണ കളയുവാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പഴയ സോക്സ് കൊണ്ട് നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട്. അപ്പോൾ അതിലൊരു യൂസസ് ആണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇതുപോലൊക്കെ പഴയ ഒരു സോക്സ് എടുക്കുക. കുട്ടികളുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും സോക്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ കയ്യിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മുടെ ഈ ഒരു ജനലൊക്കെ ഇല്ലേ, നമുക്ക് ചെറുതായിട്ട്
തുടയ്ക്കണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് തന്നെ ഇങ്ങനെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലെ പൊടിയെല്ലാം നമ്മുടെ ഈ ഒരു സോക്സിനകത്ത് വരും. അത് നമ്മൾ മാസത്തിലോ വർഷത്തിലോ ഒരിക്കൽ ഇതുപോലെ ചെയ്യുന്നതിലും നല്ലത് നമ്മൾ ആഴ്ചയിലൊക്കെ ഇതുപോലൊക്കെ ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലൊക്കെ ഈ ഒരു കൈ കൊണ്ട് നമ്മൾ ഈ ഒരു സോക്സ് കണ്ടില്ലേ ഈ പൊടിയെല്ലാം, അതുപോലെ തന്നെ ജനലൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയും ചെയ്യും. ജനലിൽ പോറൽ വീഴുക അങ്ങനെ മറ്റുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്യുവാണെങ്കിൽ പോറൽ വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോറൽ വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലൊക്കെ സോക്സ്, പഴയ സോക്സ് ഉണ്ടെങ്കിലൊന്ന് കയ്യിലിട്ടതിന് ശേഷം ഇതുപോലൊന്ന് ക്ലീൻ ചെയ്താൽ മതി. പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും. അതേപോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് കഴുകുകയും ചെയ്യാം. ആ ഒരു പൊടി ഇതിൽ നിന്ന് പെട്ടെന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയും പൗഡറുമാണ്. അപ്പോൾ അതാ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. പൗഡർ ഏത് പൗഡർ ആയാലും കുഴപ്പമില്ല, പക്ഷേ എക്സ്പയറി ഡേറ്റ് ആയിട്ടുള്ള പൗഡർ എടുക്കരുത്. നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് പൗഡർ എടുക്കുക. നമ്മളിപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതേ സെയിം അളവിൽ തന്നെ നമ്മൾ കുറച്ച് പൗഡർ കൂടി ഇടുക. ഇട്ടതിന് ശേഷം ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നല്ല പൗഡർ, അപ്പം നമ്മൾ ഡേറ്റ് കഴിയാത്ത ആവുന്നുണ്ടെങ്കിൽ നല്ല സ്മെല്ലുണ്ടാവും പൗഡറിന്. അപ്പോൾ ഈ ഒരു മഞ്ഞളും പൗഡറും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം, നമ്മുടെ കിച്ചണിലെ ഒരു വലിയ പ്രശ്നമാണ് ഉറുമ്പെന്ന് പറയുന്നത് ഇല്ലേ. നമ്മളിത് ഭക്ഷണ സാധനങ്ങളെല്ലാം കഴിച്ച് നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളിത് വൈകിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലൊക്കെ നമ്മൾ കുറച്ച് നമ്മുടെ കിച്ചണിലൊക്കെ ഒന്ന് തൂവി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞാലും ഒരു ശകലം പോലും കുറേ ദിവസത്തേക്ക് ഇതിൻ്റെ ഒരു സ്മെല്ല് കാരണം ഒരു കാരണവശാലും നമ്മുടെ വീടിനകത്ത് ഉറുമ്പ് ശല്യം ഉണ്ടാവില്ല. ഇതേപോലെ നിങ്ങൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അതേപോലൊക്കെ തന്നെ നമ്മൾ രാത്രി വേണം ഇതിട്ട് കൊടുക്കാൻ. ആ ഒരു സ്മെല്ല് കുറേ ദിവസം കിച്ചണിലുണ്ടാവും. അത് കാരണം കുറേ ദിവസത്തേക്ക് ഒരാഴ്ച മിനിമം ഒരാഴ്ചയെങ്കിലും ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല. നമുക്ക് കിച്ചണിൽ നമ്മൾ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പിൻ്റെ വലിയ ശല്യമാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ട് ഉറുമ്പിൻ്റെ ശല്യം പോകാത്തവർക്ക് ഈ ഒരു ടിപ്പ് പരീക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പറയാൻ വിട്ടുപോയി, നമ്മൾ കിച്ചണിൽ മാത്രമല്ല നമ്മുടെ റൂമിലാണെങ്കിലും കുട്ടികളൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ ബാലൻസ് ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പം റൂമിലാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഉറുമ്പ് ശല്യം ഉള്ളിടത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് ചേന എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ചേമ്പും വിത്തും എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇത് രണ്ടും നമ്മൾ അവിയൽ, സാമ്പാർ ഇതിലൊക്കെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ്. പക്ഷേ ഇതിൻ്റെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ചൊറിച്ചിലുണ്ടാവുക എന്നുള്ള ഒരു പ്രശ്നം കാരണം പലർക്കും അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഞാൻ 2-3 ടിപ്പ് പറയുന്നുണ്ട്. അതിൽ ഈസി ആയിട്ടുള്ളത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെന്താണെന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് ചേമ്പും വിത്തും ചേനയും എടുത്തിട്ടുണ്ട്. ഫസ്റ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് ചേമ്പും ചേനയെന്ന് പറഞ്ഞാൽ വളരെയധികം വിറ്റാമിൻസ്, പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. വിറ്റാമിൻ സി, B6, പൊട്ടാസ്യം തുടങ്ങിയ പോഷകങ്ങളുള്ളതും പിന്നെ അതുപോലെ തന്നെ BP കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഈ ചേനയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊതുവിലെ നമുക്ക് ചേനയുടെ തൊലി കളയുമ്പോഴാണ് പലർക്കും കയ്യിൽ ചൊറിച്ചിലുണ്ടാവുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ കയ്യിലെ വെള്ളമയമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ വെളിച്ചെണ്ണ ഉണ്ടാവുമല്ലോ, നമ്മളപ്പോൾ ഇതേപോലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലൊന്ന് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ കൈയുടെ പുറത്തും മുകളിലും എല്ലാം നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് വെളിച്ചെണ്ണ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ചേമ്പും ചേനയും ഒന്ന് കട്ട് ചെയ്തിടാവുന്നതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ ചൊറിയത്തില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ചേന ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഇതാ ഞാൻ ഇവിടുന്ന് കാണിക്കാം. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കൈ എപ്പോഴാണെങ്കിലും ചൊറിയും. അത് കാരണം ഞാൻ ഇതുപോലെ മിക്കവാറും ഞാൻ വെളിച്ചെണ്ണയാണ് പുരട്ടാറുള്ളത്. അപ്പോൾ അതേപോലൊക്കെ തന്നെ നമ്മൾ ഇതുപോലെ ചേനയൊന്ന് കട്ട് ചെയ്ത് നമ്മൾ ആവശ്യത്തിനുള്ള എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു അരിപ്പ എടുക്കുക. അരിപ്പ എടുത്തതിന് ശേഷം ഈ ഒരു അരിപ്പയിൽ നമുക്ക് കഴുകി വെള്ളം ഊറ്റി കളയാവുന്നതാണ്. അപ്പം നമുക്ക് കൈകൊണ്ട് തൊടേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തായിട്ട് കൈ ചൊറിയാതിരിക്കാനുള്ളൊരു ടിപ്പെന്ന് പറയാൻ, നമ്മൾ ചേനയുടെ തൊലി കളയുന്നതിന് മുമ്പായിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ പല പല ആവശ്യങ്ങൾക്കായിട്ട് ഇതുപോലെ നാരങ്ങ വാങ്ങിച്ച് വെക്കാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നീര് ഇതുപോലൊക്കെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ കയ്യിലൊക്കെ നന്നായിട്ടൊന്ന് പുറത്തും അകത്തും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക നല്ല പോലൊക്കെ. അതിനുശേഷം നമ്മൾ ഇതേപോലൊക്കെ എടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്യാവുന്നതാണ്.
അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരിക്കലും ചൊറിച്ചിലുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ വിറ്റാമിൻ സി ആണ് നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത്. അത് നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് ഉള്ളതിനാൽ നമുക്ക് കൈകളിൽ നിന്നും ആ ചൊറിച്ചിൽ കുറയുന്നു. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.